അവിടെ ഈ അലൈൻമെന്റ് ഇഷ്യൂ ഉണ്ട്. തീർച്ചയായിട്ടും മെട്രോയുടെ അലൈൻമെന്റ് ഇഷ്യൂ ഉണ്ട്. അത് മെട്രോ തന്നെ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, മെട്രോ ഏതാണ്ട് 14 വർഷമായി തിരുവനന്തപുരത്തിന്റെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള തിരുവനന്തപുരത്തിനെക്കാട്ടിലും ചെറിയ നഗരങ്ങളിലൊക്കെ മെട്രോ ഓൾറെഡി വന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്തിന് എന്തുകൊണ്ടോ ആരും തിരുവനന്തപുരത്തിന് വേണ്ടി വാദിക്കാനില്ല എന്ന് വേണം കരുതാനായിട്ട്. തിരുവനന്തപുരത്തിന് മെട്രോ വരുന്നില്ല. ഈ മെട്രോ വന്നിട്ട് അതിന്റെ അലൈൻമെന്റിന് വേണ്ടിയിട്ട് ഇതുമായിട്ട് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് വെക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ മെട്രോ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഷെയറിങ് ഓഫ് ദി റിസോഴ്സസ് വേണം എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 1. 2, ഇതിന്റെ ഈ സ്ഥലമെടുപ്പ് എവിടം വരെ എത്തി എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഞാനൊരു അവിടെ ഇവിടെയൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഈ സ്ഥലമെടുപ്പൊന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. ഇതിന്റെ ഈ ഫ്ലൈ ഓവർ അവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്കൊരു മിഥ്യയുണ്ട്. ഫ്ലൈ ഓവർ എപ്പോഴും ഈ സ്ഥലമെടുപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് നേരെ തിരിച്ചാണ്. ഫ്ലൈ ഓവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നല്ല ഫ്ലൈ ഓവർ ചെയ്യുകയാണെങ്കിൽ ഒരു റോഡ് ഒരു 4 വരിയോ 6 വരിയോ ആക്കുന്നതിനെക്കാട്ടും കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു സ്ഥലമെടുപ്പ് ഏറ്റെടുക്കുന്നതിന്റെ ഒരു പൂർണ്ണ രൂപമായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിയാണെന്ന് എനിക്കറിയില്ല, കാരണം നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ്. ഇല്ല, അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സ്ഥലമെടുപ്പ് കേരളത്തിൽ എന്തുകൊണ്ട് സ്ഥലം ഏറ്റെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2, 3 പഞ്ചവത്സര പദ്ധതികൾ നീണ്ടുപോകുന്ന കഥയാണ് കാണുന്നത്. ഇതൊന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ പുരോഗതിക്കും വികസനത്തിനും ഒന്നും സഹായകരമാവുകയില്ല. പലരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നതിന് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയി കടലാസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. പേരൂർക്കട വഴയില റോഡ് ഡെവലപ്മെന്റില് പുറമ്പോക്കിലിരുന്ന ഒരു വ്യക്തി പേരൂർക്കട ജംഗ്ഷനിൽ കൊണ്ട് ഒരു സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട്. ടെക്നിക്കലി സ്റ്റേ 6 മാസത്തിൽ കൂടുതൽ വാലിഡ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ സ്റ്റേ ഇപ്പം ഏതാണ്ട് 20 വർഷമായി ആ സ്റ്റേ ഇപ്പോഴും ഉണ്ട്. ആ സ്റ്റേക്ക് അഗൻസ്റ്റ് ആയിട്ട് നീങ്ങാനായിട്ട് സർക്കാരിൽ ആർക്കും താല്പര്യമില്ല, അവർ നീങ്ങുകയില്ല. അപ്പം അതേ സംഭവമാണ് ഈ നമ്മുടെ എല്ലാ ഈ സ്ഥലമെടുപ്പിലും സംഭവിക്കുന്നത്. നമ്മൾ വികസനമൊന്നും അതെന്നൊക്കെ പറഞ്ഞ് വലിയ കവലപ്രസംഗങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. ഇതൊക്കെ മാറണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.